ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. 19 വർഷത്തെ കഠിന തടവിന് വിധിക്കപ്പെട്ട ജീൻ വാൽജീൻ എന്ന വ്യക്തിയാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിലെ മുഖ്യ കഥാപാത്രം. അവൻ ചെയ്ത കുറ്റം വിശന്ന് കരഞ്ഞ തൻ്റെ അനന്തരവൾക്ക് വേണ്ടി ഒരു റൊട്ടി മോഷ്ടിച്ചു എന്നതായിരുന്നു. ജയിൽ മോചിതനായ ജീൻ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീണു. പിന്നീട് ജീൻ വാൽജീനെ ദിഗ്നെ ബിഷപ്പ് തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. എന്നാൽ ബിഷപ്പിൻ്റെ വെള്ളിപ്പാത്രങ്ങളും എടുത്തുകൊണ്ട് അവൻ സ്ഥലം വിട്ടു. എന്നാൽ താമസിയാതെ അവൻ വീണ്ടും പോലീസ് പിടിയിലായി. ബിഷപ്പാകട്ടെ വീണ്ടും അവനോട് കരുണ കാണിച്ചു. വെള്ളിപ്പാത്രങ്ങൾ അവൻ മോഷ്ടിച്ചതല്ലെന്നും താൻ അതവന് സമ്മാനിച്ചതാണെന്നും ബിഷപ്പ് പോലീസുകാരെ അറിയിച്ചു. ഇത് കേട്ട പോലീസ് അവനെ വിട്ടയച്ചു. ബിഷപ്പ് അവനോട് ക്ഷമിക്കുക മാത്രമല്ല, അവനൊരു പുതിയ ജീവിതം തുടങ്ങുന്നതിനായി വിലയേറിയ 2 മെഴുകുതിരിക്കാനുകൾ സമ്മാനിക്കുകയും ചെയ്തു. ബിഷപ്പിൻ്റെ പെരുമാറ്റം അവൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചു. തനിക്ക് ലഭിച്ച ദയ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ അവനൊരു തീരുമാനമെടുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദയ ഇതിലും എത്രയോ വലുതാണ്. ഏറ്റവും വലിയ നീചപാപികളായ നമ്മെ യേശുക്രിസ്തുവിലൂടെ ദൈവം സ്നേഹിക്കുകയും തൻ്റെ മക്കളും അവകാശികളുമാക്കി നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പുതിയതല്ലെങ്കിൽ പുത്തൻ എന്ന വാക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു വാക്കാണ്. പുതുതായി നമുക്ക് ലഭിക്കുന്നതെല്ലാം വളരെ സന്തോഷം നൽകുന്ന അനുഭവമാണ്. ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിക്ക് ഏറെ സന്തോഷം നൽകുന്ന അനുഭവമാണ് പുതുതായി ജനിക്കുക അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയാകുക എന്നത്. നമ്മുടെ പഴയ വീട് കാലപ്പഴക്കത്താൽ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നാം പുതുക്കി പണിയാറുണ്ട്. അപ്രകാരം ചെയ്യുമ്പോൾ ചിലതൊക്കെ നാം പൂർണ്ണമായും മാറ്റിക്കളയുന്നുമുണ്ട്. ക്രിസ്തുവിൽ പുതുതായി ജനിക്കുന്ന ഒരു തലത്തിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമല്ലാത്ത ചിലതിനെയൊക്കെ നാം വേണ്ട എന്ന് വയ്ക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ രാത്രിയിൽ വന്നതായ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നു. അയാൾ ഒരു യഹൂദ പ്രമാണിയായിരുന്നു. നിക്കോദിമോസ് എന്നായിരുന്നു അവൻ്റെ പേര്. യേശുവിനോട് അവൻ ഒരു വലിയ പ്രസ്താവന പറഞ്ഞപ്പോൾ ഒരു പുതു മനുഷ്യനായി അവനെ രൂപാന്തരപ്പെടുത്തുന്ന മറ്റൊരു പ്രസ്താവനയിലേക്ക് യേശു അവനെ കൊണ്ടുവന്നു. യേശുവുമായുള്ള സംഭാഷണത്തിൽ നിക്കോദിമോസ് യേശുവിനോട് ചോദിച്ചത് രസകരമായ ഒരു ചോദ്യമായിരുന്നു. മനുഷ്യൻ വൃദ്ധനായ ശേഷം രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ? ഈ ചോദ്യത്തിലൂടെ നിക്കോദിമോസ് യേശു പറയുന്നതിൻ്റെ പൊരുൾ യാതൊന്നും മനസ്സിലാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ സംശയം പ്രായമായ ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായി മാറുന്നതിന് കഴിയുമോ എന്നതായിരുന്നു. ഇന്നും പല നേതാക്കന്മാരും നിക്കോദിമോസിനെ പോലെയാണ്. ഏത് പ്രായത്തിലും അവസ്ഥയിലുമുള്ള വ്യക്തിക്കും കർത്താവായ യേശുവിൽ വിശ്വസിച്ച് ആശ്രയിച്ച് വീണ്ടും ജനനം അനുഭവിക്കാൻ സാധിക്കും. മക്കൾക്ക് ജന്മം നൽകാൻ മനുഷ്യർക്ക് സാധിക്കും. എന്നാൽ ഒരിക്കലും ആത്മീയ പുതുജീവൻ നൽകുവാൻ ആർക്കും സാധിക്കുകയില്ല. ആ ശ്രമം എല്ലാം പരാജയപ്പെടും. ദൈവത്തിന് മാത്രമേ ആത്മീയ ജീവൻ ഉളവാക്കുന്നതിന് സാധിക്കുകയുള്ളൂ. നിക്കോദിമോസിന് പഴയ നിയമത്തിൽ അഗാധ ജ്ഞാനമുണ്ടായിട്ടും ഇസ്രായേലിലെ പ്രമാണിയും ഗുരുവുമൊക്കെ ആയിരുന്നുവെങ്കിലും മനുഷ്യൻ്റെ പാപാവസ്ഥയെക്കുറിച്ചും ഹൃദയത്തിലെ രൂപാന്തരത്തെക്കുറിച്ചും യാതൊരു അറിവുമില്ലായിരുന്നു. നമ്മുടെ ഇടയിലും ഇന്ന് ഇപ്രകാരമുള്ള നിക്കോദിമോസുമാർ ഉണ്ടെന്നുള്ളത് സത്യമായൊരു വസ്തുതയാണ്. സഭാചരിത്രവും വേദപുസ്തകവും ഒക്കെ കാണാപ്പാടമാണെങ്കിലും രൂപാന്തരത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ അജ്ഞരാണ്. നാം ഉൾപ്പെടുന്ന സഭ ചൈതന്യമുള്ള ജീവനുള്ള സഭകളാകണമെങ്കിൽ യേശു പറഞ്ഞതിനെ ഗൗരവത്തോടെ നാം ഉൾക്കൊള്ളണം. നിത്യജീവൻ അവകാശികളായി തീരുമ്പോൾ മാത്രമാണ് കർത്താവുമായുള്ള നമ്മുടെ ബന്ധം പൂർണ്ണമാകുന്നത്. ഈ വചന കേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിക്കേണ്ടവ ഉപേക്ഷിച്ച് സ്വീകരിക്കേണ്ടവയെ സ്വീകരിച്ച് ഈ പുതുവർഷാരംഭത്തിൽ നമുക്കും ഒരു പുതിയ സൃഷ്ടിയാകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവ് നൽകിയ വചനത്തിനായി സ്തോത്രം. വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ ആയിത്തീരേണ്ടതിനെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ നൽകിയ ആലോചനയ്ക്കായി നന്ദി. ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിക്കുവാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുവാനുള്ള ആത്മിക ബോധം ഞങ്ങൾക്ക് നൽകണമേ. രൂപാന്തരത്തിൻ്റെ അനുഭവമുള്ളവരായി ഭൂമിയിൽ ജീവിപ്പാൻ, നിത്യതയിൽ അങ്ങോട്ടുകൂടെ ആയിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.